നല്ല ടേസ്റ്റ് ആയിരിക്കും. മധുരമാണെന്നും പറഞ്ഞ് കൂട്ടാതെ എല്ലാവരും ഇരിക്കും ഇത്. പക്ഷേ ഈ കടല ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും മേടിച്ച് കൂട്ടാനായിട്ട് നമുക്ക് തോന്നും. സുലൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കടലയിട്ട് തോരൻ വയ്ക്കുന്നതാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ബീട്രൂട്ട്, സബോള, പച്ചമുളക്, കറിവേപ്പില, കടല, തേങ്ങ, വെളിച്ചെണ്ണ, കടുക്, ജീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇത് ഒന്ന് അരിഞ്ഞെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ അരപ്പിനുള്ള ചേരുവകൾ അരച്ചെടുക്കാം. അതിന് പച്ചമുളക്, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ ജീരകം. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട്. ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ട് നമ്മൾ ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സബോള കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനായിട്ടുള്ള അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് തോരൻ വയ്ക്കാം. ഒരു ഫ്രൈ പാനല്ലേ ചീനിച്ചട്ടി അടുപ്പേ വയ്ക്കുക. ചൂടാവട്ടെ. ചട്ടി നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടെ ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ നമുക്ക് നല്ലതായിട്ട് യോജിപ്പിച്ച് എടുക്കാം. ഒട്ടും വെള്ളമൊന്നും വയ്ക്കേണ്ട. ബീട്രൂട്ടിനൊക്കെ വെള്ളമയം ഉള്ളതുകൊണ്ട് ആ വെള്ളമയം കൊണ്ട് വെന്ത് കിട്ടിക്കോളും. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കണം. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇത് പതുക്കെ ഇതിൻ്റെ ആവിവെള്ളം കൊണ്ട് തന്നെ വെന്ത് വന്നോളും. ബീട്രൂട്ടിന് വെള്ളമയം ഉണ്ട്. അപ്പോൾ നമ്മളുടെ തോരൻ നല്ല പാകത്തിന് വെന്ത് ഉലർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച്
നന്നായിട്ട് ചൂടാവട്ടെ. നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കടല വറുത്ത് കോരിയിടാനായിട്ട് ഒരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കടല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല ചുമന്ന് വരുന്നിടം വരെ മൂപ്പിക്കണം. അതിലേക്ക് ഉപ്പ് ശകലം പിടിക്കണം, എന്നാലേ ഉള്ള അതിൻ്റെ ടേസ്റ്റ് കാണത്തുള്ളൂ. ഒരു ലേശ ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചുമന്ന് വരുന്നുണ്ട്. നല്ലതായിട്ട് ചുമക്ക വറക്കണം, എന്നാലേ ഉള്ള അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഇറക്കാം. ഈ തോരൻ ഒന്നും കൂടി അടുപ്പിൽ വെച്ച് കടല ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടി കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും. മധുരമാണെന്നും പറഞ്ഞ് കൂട്ടാതെ എല്ലാവരും ഇരിക്കും ഇത്. പക്ഷേ ഈ കടല ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും മേടിച്ച് കൂട്ടാനായിട്ട് നമുക്ക് തോന്നും. ഇളകി നല്ലതായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ബീട്രൂട്ട് കടല ഇട്ട് വെച്ച തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.